ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാൻ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻ്റായിട്ട് അറിയിക്കുക. ഒരു മല്ലിച്ചട്നി ഉണ്ടാക്കുന്നതോടുകൂടിയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ദിവസം ആരംഭിക്കുന്നത്. തേങ്ങ ഇട്ടു, പച്ചമുളക്, മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, ഒരു അര നാരങ്ങ പിഴിഞ്ഞത്, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇന്നുണ്ടാക്കുന്ന ദോശയ്ക്ക് മല്ലിച്ചട്നി അതേപോലെ തന്നെ തക്കാളി ചട്നി ആയിരിക്കും നമ്മുടെ കോമ്പിനേഷൻ. അപ്പോൾ ഈ തക്കാളി ചട്നിയുടെ റെസിപ്പി ഞാൻ ലാസ്റ്റ് വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ദോശയും ചട്നിയാണ്, പക്ഷേ നമ്മുടെ സാധാ ദോശയല്ല. നമ്മളിന്ന് മുട്ട ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു അര സവാളയും അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്, പച്ചമുളക്, ക്യാപ്സിക്കം, ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദോശ ചൂടാൻ തുടങ്ങാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാൻ എവിടെ നിന്നാണെന്ന് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിവിടെയുള്ള കാസനോവ എന്നുള്ളൊരു ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ ഓൺലൈൻ ലിങ്ക് ഞാൻ നോക്കിയിട്ട് അവൈലബിൾ അല്ല. അപ്പോൾ ഈ ദോശമാവിൻ്റെ അത് നമ്മുടെ ഇൻസ്റ്റാ പോട്ടിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് ദോശമാവ് ഉണ്ടാക്കുന്നത്, ഇനി ഇൻസ്റ്റാ പോട്ട് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ദോശമാവ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക എന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുള്ളതുകൊണ്ട് അതൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ദോശമാവ് ഒഴിച്ച് ദോശ ഒന്ന് റെഡിയായി വന്ന് തുടങ്ങുന്ന ഒരു പരുവത്തിൽ നമ്മൾ ഇതിനകത്തേക്ക് ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും സവാളയും ക്യാപ്സിക്കൊക്കെ കൂടിയിട്ടുള്ള മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിനി ഒന്ന് ദോശ മറിച്ചിട്ട് കൊടുക്കാം. കാരണം ആ മുട്ടയുടെ മേൽഭാഗമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 വശവും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടു. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുട്ട ദോശ റെഡിയായി കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം മുട്ട കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ ദോശയുടെ ഉള്ളിലൊക്കെ ഇതേപോലെ നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയും ദോശയൊക്കെ ഉള്ളിൽ ചെല്ലുമല്ലോ. അപ്പോൾ ഒരു വെറൈറ്റി ദോശയായില്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദോശയ്ക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കാരണം ഉള്ളിൽ അത്യാവശ്യം ഫില്ലിംഗ് ഉണ്ടല്ലോ. നമ്മുടെ മുട്ടയും ഉള്ളിയും ക്യാപ്സിക്കം എല്ലാം കൂടെ ആകുമ്പോൾ കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ ടേസ്റ്റിയാണ്. എങ്കിലും മല്ലിച്ചട്നിയും അതേപോലെ തന്നെ തക്കാളി ചട്നിയും ഇതിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. നമ്മുടെ തേങ്ങ ചട്നിയേക്കാളും കുറച്ചുകൂടെ നല്ലത് മല്ലിച്ചട്നിയും തക്കാളി ചട്നിയാണ് കേട്ടോ. സാധാരണ ദോശ ചുടുന്ന പോലെ കട്ടിയുള്ള ദോശയുടെ മുകളിൽ ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ കുറച്ച് നമ്മുടെ ദോശമാവ് കുറച്ച് കനം കുറച്ച് പരത്തിയിട്ട് അതിന് മുകളിൽ ഈ ഒരു ഫില്ലിങ് ഒഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കട്ടി കൂടി പരത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 വശം ഒരേപോലെ തന്നെ വെന്ത് കിട്ടാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ അടി കുറച്ച് കരിഞ്ഞു പോവും, മേൽഭാഗം ശരിക്കും വേവാതെ വരും. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ കുറച്ച് കനം കുറച്ച് നമ്മുടെ ദോശ പരത്തിയെടുക്കുന്നതാണ് നല്ലത്. 2 ദോശയൊക്കെ ഒരാൾക്ക് ധാരാളമാണ് കേട്ടോ. അത്യാവശ്യം ഹെവിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മല്ലിച്ചട്നിയും അതേപോലെ തന്നെ തക്കാളി ചട്നിയൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ച ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു കംപ്ലീറ്റ് മീലെന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ് ആയി, പ്രോട്ടീനായി, എല്ലാം ആയില്ലേ. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇത് ചൂടോടെ കൂടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം മുട്ട ചേർത്തിട്ടുള്ളതുകൊണ്ട് തണുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പം ചൂട് ദോശ നല്ല മുട്ടയൊക്കെ ചേർത്തത് രാവിലെ നല്ല എന്താ പറയുക ചൂടോടുകൂടി തന്നെ കഴിക്കണം. ഇതിൻ്റെ കൂടെ ഒരു പെർഫെക്റ്റ് ടീയും കൂടി ആയാലോ നമ്മുടെ ചായ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എത്ര ഗ്ലാസ് ചായ ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് അളവ് വെച്ചിട്ട് വേണേ നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. ഞാനിവിടെ 2 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ ചായ എടുക്കുന്നത് ആ ചായ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഞാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. കെറ്റിലാണ് ചൂടാക്കുന്നത്. അതിപ്പോൾ സാധാ പാത്രത്തിൽ ചൂടാക്കിയാലും മതി. അതേപോലെ തന്നെ 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ സോസ് പാനിലേക്ക് ഒഴിച്ചു. അപ്പോൾ രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ഏലക്ക ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്തണേ. ഇനി നമുക്ക് പാല് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. ഐക്യയിൽ നിന്ന് വാങ്ങിച്ച ഈ ഒരു ടീ പോട്ടിലാണ് കേട്ടോ ഞാൻ ചായ ഉണ്ടാക്കുന്നത്. ഈ ചായ ഉണ്ടാക്കാൻ ഈ ഒരു ടീ പോട്ട് വേണം നിർബന്ധമൊന്നുമില്ല. ഇതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമുണ്ട് ഈ ഒരു ചായ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള അരിപ്പയിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി എടുക്കുന്നുണ്ട്. ഞാനിവിടെ റെഡ് ലേബിളിൻ്റെ ചായപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് ചായക്ക് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി. ഈ ചായ ഉണ്ടാക്കുമ്പോൾ പൊടിയുടെ അളവ് അല്പം കൂടുതലാണ് കേട്ടോ.
അപ്പോൾ ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ പാലും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. രണ്ടും നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ പാലൊരു ലോ ഫ്ലെയിമിലെടുത്ത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരണം. ഹൈ ഫ്ലെയിമിലിടരുത്. പെട്ടെന്ന് തിളച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചായക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ടീ പോട്ടിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ചൂടുവെള്ളം തിളച്ച വെള്ളം, നമ്മൾ ആദ്യമേ തിളപ്പിക്കാൻ വെച്ചിരുന്ന ആ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ നമ്മുടെ കട്ടൻ ചായ റെഡിയായി കഴിഞ്ഞു. അതിലേക്ക് ഞാൻ ആദ്യമേ തിളപ്പിച്ച പാലും കൂടെ അങ്ങ് ഒഴിച്ചു. ഇപ്പോൾ പാലും കൂടെ ഒഴിച്ചതങ്ങ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ അരിപ്പ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടീ പോട്ടിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇനി ഇതില്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ചായയുടെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇനിയാണ് ഈ ഒരു ചായയുടെ ടേസ്റ്റ് തന്നെ മാറ്റിമറിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നന്നായിട്ട് ഈ ചായ ഇങ്ങനെ അടിച്ചെടുക്കണം, എങ്കിലേ ആ ചായക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അടിക്കുന്ന ചായ ഇഷ്ടമല്ലാത്തവർക്ക്, അല്ലെങ്കിൽ നല്ല കടുപ്പമുള്ള ചായ ഇഷ്ടമല്ലാത്തവർക്ക് ചിലപ്പോൾ ഈ ഒരു ചായയുടെ റെസിപ്പി അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ചായക്കടയിൽ നല്ല നാടൻ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ചായ ഇഷ്ടമുള്ളവർക്ക് ഈ റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ കുറേ നാളായി നമ്മളൊരു പെർഫെക്റ്റ് ടീയുടെ റെസിപ്പി കാണിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇപ്പോൾ ഈ ഒരു ടീ പോട്ട് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ചായയുടെ റെസിപ്പി ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നല്ല ചില്ല് ഗ്ലാസ്സിൽ നല്ലവണ്ണം അടിച്ച് നല്ല പതഞ്ഞ നമ്മുടെ ചായ കുടിക്കാൻ ഒരു പ്രത്യേക രസമാണ് അതിൻ്റെ രാവിലെ. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല കട്ടുപ്പത്തിലൊരു ചായയും ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ലഞ്ചിൻ്റെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലേക്ക് പുളിശ്ശേരി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ മോരുകറി എന്നാണ് പറയാറ്. അപ്പോൾ ഞാൻ ഫ്രീസറിൽ അരിഞ്ഞെടുത്ത് വെച്ചിരുന്ന പൈനാപ്പിളാണ്. അപ്പോൾ പൈനാപ്പിൾ ഇട്ടു, കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക്, അതൊന്ന് കീറിയിട്ടതാണേ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പഞ്ചസാര. അപ്പോൾ നമ്മുടെ ഈ പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ആ ഒരു പുളിശ്ശേരിയുടെ ടേസ്റ്റ് ഇരട്ടിയാവും കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, പിന്നെ നമ്മുടെ ചൂടുവെള്ളം ആവശ്യത്തിന്, നമ്മുടെ പൈനാപ്പിൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി പൈനാപ്പിൾ ഒന്ന് വെന്ത് വരണം. അപ്പോൾ പൈനാപ്പിൾ വെന്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യം ചേർക്കുന്നത് നമ്മൾ തേങ്ങ അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ചെറിയൊരു ജാർ എടുക്കുക, അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് ജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ പൈനാപ്പിൾ പുളിശ്ശേരിയുടെ ഒരു റെസിപ്പി വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയും ജീരകമൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നു. അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിളും അത്യാവശ്യം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്ത് ഇനി തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്നവരെ അതൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് മൂടി വെച്ചൊക്കെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഫ്രണ്ട്സ് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ നല്ല മുളക് കൊണ്ടാട്ടം, നല്ല ഉണക്കമുളക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലിട്ട് നമ്മുടെ ഉണക്കമുളക്, നല്ല മുളക് കൊണ്ടാട്ടം ഒന്ന് വറുത്തെടുക്കുകയാണ്. കുറേ നാളായിട്ട് ഇത് കഴിച്ചിട്ട്. ഇതിവിടെ നമുക്കിങ്ങനെ വാങ്ങിക്കാൻ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. നാട്ടിലൊക്കെ ആരെങ്കിലും പോയിട്ട് വരുമ്പോഴേക്കാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ മുളക് ഒന്ന് വറുത്ത് മാറ്റിയെടുത്ത് വെക്കുകയാണ്. ഇനി നമ്മൾ ഇതേ എണ്ണയിൽ തന്നെ കുറച്ച് ഉണക്ക ചെമ്മീനും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ്. തലയും വാലൊക്കെ നുള്ളി അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ്. അപ്പോൾ ഈ ചെമ്മീനിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി, ഇത് പേളൊനിയനാണ് ഞാൻ അരിയുന്നത്. എൻ്റെ കയ്യിൽ ആകെ കുറച്ച് ചെറിയുള്ളി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ബാക്കി പേളൊനിയൻ എടുത്തത്. അപ്പോൾ അത്യാവശ്യം നല്ല അളവിൽ തന്നെ ചെറിയുള്ളി എടുക്കുക. അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ടിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അരയ്ക്കാനല്ലാത്ത ഉദ്ദേശം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ആ എണ്ണയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യട്ടെ. കാരണം ഇത് കഴുകി വാരി നേരെ ഞാൻ ആ എണ്ണയിലേക്ക് ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ മയക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയത്. അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മളൊന്ന് കൈവിടാതെ ഇളക്കണേ. കാരണം ചെമ്മീനൊക്കെ അല്ലേ, പെട്ടെന്ന് കരിഞ്ഞു പോകാനിടയുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ചെമ്മീൻ അങ്ങെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ചെമ്മീൻ മുഴുവൻ നമ്മൾ കോരി മാറ്റി എടുത്തു വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി
അപ്പോൾ ഞാൻ കുറച്ച് തൈര്, കട്ട തൈരും കൂടെ, അത് ഫോർക്ക് വെച്ചാണ് കട്ട ഉടയ്ക്കുന്നത്, അല്ലാതെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കാറില്ല. മിക്സിയിലിട്ട് അടിച്ചത് ഇങ്ങനെ മോരും വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല കുറുകിയ കട്ട തൈര് കിട്ടുന്നതാണ് ഇതേപോലെ പുളിശ്ശേരിക്കും അതേപോലെ തന്നെ മോരുകറിക്കൊക്കെ നല്ലത്. അപ്പോൾ അതും കൂടെ ഇട്ട് മിക്സ് ചെയ്തു. ഇനി തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആവി വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ ഇന്ന് നല്ല മുളക് കൊണ്ടാട്ടവും അതേപോലെ തന്നെ നമ്മൾ ചെമ്മീൻ ഉലർത്താണ്. അപ്പോൾ ചെമ്മീൻ വറുത്ത് കോരി മാറ്റിയ അതേ എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചെറിയുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് എന്താ പറയുക, ഉള്ളിയുടെ ആ ടേസ്റ്റൊക്കെ മാറുന്നേടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഉള്ളി ക്രഷ് ചെയ്യുന്നത് നമ്മൾ ആ പാനിലേക്ക് ഇടുന്നതിന് തൊട്ട് മുമ്പ് ക്രഷ് ചെയ്തിട്ട് നേരെ അങ്ങ് ചേർക്കുന്നതാണ് നല്ലത്. നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച് ചിലപ്പോൾ ഉള്ളിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ, അതായത് ആ എണ്ണയിലേക്ക് ഇടുന്നതിന് തൊട്ട് മുമ്പ് മാത്രം മിക്സിയിലിട്ട് നമ്മുടെ ഉള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ താളിച്ച് ചേർക്കുന്നതിൽ കടുകും കറിവേപ്പിലും വറ്റൽമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതങ്ങ് നമുക്ക് ആ മോരുകറിയുടെ മുകളിലേക്ക്, അല്ലെങ്കിൽ പുളിശ്ശേരിയുടെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് പുളിശ്ശേരി എന്താ പറയുക, തവിയിലെടുത്തിട്ട് നമ്മുടെ ആ താളിച്ച പാത്രത്തിലൊന്ന് ഇളക്കി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ മൊത്തം കടുകും കറിവേപ്പിലൊക്കെ പോയി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ആ പുളിശ്ശേരിയുടെ കളർ തന്നെ അങ്ങ് മാറിയില്ലേ. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡിയായി. ഇവിടെ നമ്മുടെ ചെറിയുള്ളി വഴറ്റി കഴിഞ്ഞിട്ടില്ല കേട്ടോ, നന്നായിട്ട് എണ്ണ തെളിയുന്നേടം വരെ നമ്മളിത് വഴറ്റണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റാനായിട്ട്. ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പോരാന്ന് തോന്നുവാണെങ്കിൽ. അതേപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും ചേർത്തത് ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഏറ്റവും അവസാനമാണ് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന ഉണക്ക ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉണക്ക ചെമ്മീൻ ഉലർത്ത് റെഡിയായി കഴിഞ്ഞു. നല്ല അടിപൊളിക്കിട്ട് ടേസ്റ്റാണ്. ആ ഒരു ഉള്ളിയും ചെറിയുള്ളിയും ആ ഒരു നമ്മുടെ ആ എരിവും അതേപോലെ തന്നെ ചെമ്മീൻ്റെ ടേസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ കിട്ടുവാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെസിപ്പി എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ട് ഒരു അരമണിക്കൂർ പോലും വേണ്ട നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ്. എല്ലാവർക്കും ഈസി ആയിട്ടൊന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ നല്ല കിടു കോമ്പിനേഷനാണ്. എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്ത് തന്നെ എപ്പോഴും ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. എനിക്കിതേപോലത്തെ നാടൻ കറികൾ കൂട്ടിയിട്ടുള്ള ഊണ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്നല്ല, എനിക്കും ചേച്ചിക്കും, ഞങ്ങൾക്ക് രണ്ടാൾക്കും. നമ്മുടെ വീഡിയോസിൽ, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിൽ കൂടുതലും നാടൻ റെസിപ്പീസാണ്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ കമൻറ്റ് ചെയ്യാറുണ്ട്, നമ്മളേതെങ്കിലും പുതിയ റെസിപ്പീസ് പരീക്ഷിക്കുമ്പോൾ നാടൻ റെസിപ്പീസ് കാണിക്കാമോ എന്ന്. നമ്മുടെ ചാനലിൽ ഇതുവരെയുള്ള വീഡിയോസ് എടുത്തു നോക്കിയാൽ അതിൻ്റെ 90% ഇതേപോലത്തെ നാടൻ റെസിപ്പീസാണ്. അപ്പോൾ നിങ്ങളൊന്ന് ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. തേങ്ങ ചേർത്തുള്ളതും തേങ്ങ ചേർക്കാതെയൊക്കെയുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കട്ടെ. കുറച്ച് ഉണക്ക ചെമ്മീൻ ഉലർത്തും നമ്മുടെ പൈനാപ്പിളും അതേപോലെ തന്നെ ആ മുളക് കൊണ്ടാട്ടമൊക്കെ കൂടി ഒരു പിടി പിടിച്ചാണ്ടല്ലോ, വേറെ എന്ത് വേണം അല്ലേ. ഹലോ, അപ്പം ഞാനിന്നേ വീടൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തു. അപ്പോൾ ഫുള്ള് ഇങ്ങനെ കണ്ടു എല്ലാം ഒന്ന് ഓർഡർ തെറ്റിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ കരുതി എന്നും ഈ സൈഡിലെ TV ഇതൊക്കെ ഈ ഫർണിച്ചറൊക്കെ സ്ഥിരം ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീടിന് എന്താ പറയുക, വേറൊരു ന്യൂ ലുക്ക് വരുമല്ലോ. അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ സാധനങ്ങൾ കിടന്നു കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും കൂടെ മാറ്റി വെക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ഒന്ന് വെച്ച് നോക്കട്ടെ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ സൈഡിൽ നമ്മൾ ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടേബിളിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റാമെന്ന് എഴുതി. അപ്പോൾ അതിന് മുകളിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റുവാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ യാതൊരു ഐഡിയ ഇല്ല ഇങ്ങനത്തെ റൂം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നും ഇങ്ങനെ ഒരേ രീതിയിൽ കിടക്കണ കാണുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നില്ല. അത് മാറ്റാമെന്ന് കരുതിയിട്ടാണ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി നോക്കാം. ഞാൻ നോക്കിയപ്പോൾ TV ഒക്കെ വെക്കാൻ അപ്പുറമൊക്കെ ആണെങ്കിലും പ്ലഗ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ മാറ്റി വെച്ചാലും വലിയ സീനൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയാണ്. അതേപോലെ നമ്മുടെ കൗച്ചിൻ്റെ ആ ഒരു പൊസിഷൻ മാറ്റണമല്ലോ. TV ഇരിക്കുന്നതിൻ്റെ ആ TV കാണാൻ പാകത്തിന് വേണമല്ലോ നമുക്ക് കൗച്ച് വയ്ക്കാനായിട്ട്. അപ്പോൾ അതും നീക്കി വെക്കണം. അപ്പോൾ അതിൻ്റെ മുകളിലുള്ളതൊക്കെ എടുത്തങ്ങ് മാറ്റി തൽക്കാലം ഒരു മൂലക്കേട്ട് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇനിയുള്ള ബാക്കി ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കണമെങ്കിൽ എനിക്ക് ഇച്ചാൻ്റെ സഹായം കൂടെ വേണം കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് എടുത്താൽ നീങ്ങത്തില്ല ഒന്നും തന്നെ.
പിന്നെ ഈച്ചാൻ എന്നെക്കാളും കുറച്ചുകൂടെ ഐഡിയ ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അത് ചേച്ചിയും ഈച്ചാനൊക്കെ ഒരേ ചോരയിലുള്ളതാണല്ലോ, ചേച്ചിക്ക് അത്യാവശ്യം ഐഡിയ ഉള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്കിതൊക്കെ മാറ്റി വെക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞാൽ അറിയാമെന്നുള്ളതല്ലാതെ അത് എവിടെ വെക്കണം, എങ്ങനെ വെച്ചാൽ നന്നാവും എന്നൊക്കെ കുറച്ചുകൂടെ ഐഡിയ ഉള്ളത് ഈച്ചാനാണ്. അപ്പോൾ ടി വി നമ്മൾ ആ ഒരു സൈഡിലേക്ക് മാറ്റി. ടി വി ഇരുന്ന സൈഡിലേക്ക് നമ്മൾ ടേബിൾ എടുത്ത് മാറ്റി. ഇനി ടേബിളിൻ്റെ മുകളിൽ കുറച്ച് എന്താ പറയുക ഭംഗിയിലൊക്കെ അറേഞ്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ വെച്ച് നോക്കി. പക്ഷെ അന്നേരം ഫുള്ളൊരു ബ്ലാക്കും വൈറ്റും മാത്രം, കുറച്ചൊരു ഗ്രീൻ കളറും കൂടെ വന്നാലല്ലേ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവുക എന്ന് ഈച്ചാൻ ചോദിച്ചു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് കരുതി. ഓ, ക്ലോക്ക് അവിടെയായി പോയില്ലേ. ഇതിപ്പോൾ എല്ലാവരും നിർത്തി വെച്ചാൽ അപ്പം നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സും അതേപോലെ തന്നെ ഐക്കയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടാൽ പെട്ടെന്ന് നമുക്ക് ഒറിജിനലാണെന്ന് തോന്നുന്ന കുറച്ച് സാധനങ്ങളും കൂടെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ആ ഒരു ഗ്രീനും ബ്ലാക്കും വൈറ്റും എല്ലാം കൂടെ വരുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഭംഗിയും തോന്നി. അപ്പോൾ അതൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി മറിച്ച് നോക്കി. ഒരു അരമണിക്കൂർ ഇതൊന്ന് അറേഞ്ച് ചെയ്യാനാണ് സമയം പോയത്. എനിക്ക് എങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് വെച്ചാലൊരു തൃപ്തിയാവുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏകദേശം ഇതേപോലെ അങ്ങ് അറേഞ്ച് ചെയ്തു. ഇതാ നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടോ. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വലിയ അലമാരി ഇവിടെ നിന്ന് അനക്കാൻ പറ്റത്തില്ല, അത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ്. അതിൻ്റെ പൊസിഷൻ അത് തന്നെ വെക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. അടുത്തത് ടി വി കാണാൻ ഭാഗത്തിന് നമ്മുടെ കൗച്ചൊന്ന് അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഈ കൗച്ചിൻ്റെ മുകളിൽ അത് ഇച്ചിരി പഴക്കമുള്ള കൗച്ചാണ്. അപ്പോൾ അതിൻ്റെ കളർ അത്യാവശ്യം നന്നായിട്ട് ഫെയ്ഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു കവറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചൊക്കെ ടി വി കാണാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ മുകളിൽ ചാടും. അപ്പോൾ വെറുതെ വൃത്തികേട് ആവണ്ടെന്ന് കരുതി ഞങ്ങളൊരു കവർ വാങ്ങിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഐക്യന്ന് വാങ്ങിച്ച കവറാണ്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് കുഷ്യനൊക്കെ വെച്ച് റീഅറേഞ്ച് ചെയ്ത് എന്താ പറയുക ആ കൗച്ചിനെ കുറച്ചുകൂടെ മനോഹരമാക്കാൻ ശ്രമിച്ചതാണ് ഞാൻ. ഇനി ആ നടുക്കുള്ള സെൻറ്റർ ടേബിളും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ് ഒരു 90% റെഡിയായി കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു ഡൈനിങ് ടേബിളിൻ്റെ അവിടെ മാത്രം ഒന്ന് റീഅറേഞ്ച് ചെയ്യാനുള്ളൂ. അത് സെയിം ടേബിൾ ഷീറ്റ് തന്നെയാണ്. മുകളിൽ വെച്ചിരുന്ന സാധനങ്ങൾ മാത്രം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഒരു റീഅറേഞ്ച്മെൻറ്റ് മഹാമഹ എങ്ങനെയുണ്ട്? അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടപ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു പുതിയൊരു ലുക്കും അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ്സൊക്കെ ഫീൽ ചെയ്തു. നമ്മുടെ വീടുകളിലൊക്കെ എന്നും ഒരേ രീതിയിലാണ് ഫർണിച്ചർ വയ്ക്കുന്നത്. ഇടയ്ക്കൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ച് നോക്കൂട്ടോ. നമ്മുടെ മൈൻഡും അതേപോലെ ഒന്ന് റിഫ്രഷ് ആവും. നമ്മുടെ റൂമൊക്കെ ഒന്ന് പുതിയതായ ഒരു ഫീൽ വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.